Welcome back to another episode of Aldis Albie Studios. ഇന്ന് ഞാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ തൊട്ടാവാടിനെ കുറിച്ചാണ് പറയുന്നത്. സെൻസിറ്റീവ് പ്ലാന്റ്, ഷൈ പ്ലാന്റ്, മിമോസ പുഡിക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന തൊട്ടാവാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മിമോസ പുഡിക്ക എന്നാണ്. സമൂസ പിടിക്കോ എന്നല്ല, മിമോസ പുഡിക്ക. നമ്മുടെ പറമ്പുകളിലും തൊടികളിലും പുഴ തീരങ്ങളിലൊക്കെ കോമൺ ആയിട്ട് കാണാറുള്ള ഒരു സസ്യമാണ് ഈ തൊട്ടാവാടി എന്നത്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് തൊട്ടാവാടി. പക്ഷെ അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്നും അല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. തൊട്ടാവാടി ചുരുങ്ങുന്നതിന് പിന്നിലെ സയൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ തൊട്ടാവാടിയിലെ ഇലകൾക്ക് പിന്നിലായിട്ട് നമ്മളൊരു ഉരുണ്ട കൊഴുത്തിരിക്കുന്ന ഒരു ഭാഗം കാണാറുണ്ട്. അതിനെ പുൽവിനസ് സെൽ എന്നാണ് പറയുന്നത്. ഈ സെല്ലിൽ നിറച്ചും വാട്ടർ കണ്ടന്റ് ആണ്. ഈ വാട്ടർ കണ്ടന്റിന്റെ പ്രഷറിലാണ് ഈ ഇല നിവർന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു കപ്പിൽ നമ്മളൊരു വെള്ളം എടുക്കാന്ന് വെച്ചാൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെറിയൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഒരു ടോയ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ പ്രഷറിൽ ആ ടോയ് പൊങ്ങിക്കിടക്കും. അപ്പോൾ അതേപോലെയാണ് ഈ പുൽവിനസ് സെല്ലിന്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റിന്റെ പ്രഷറിലാണ് ആ ഇല നിവർന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇലകളിൽ പോയിട്ട് തൊടുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ വഴി നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻസ് ഈ സെല്ലിലേക്കൂടെ പ്രവഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രവഹിക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷൻ, പൊട്ടാസ്യമാണ് ഇതിൻ്റെ കെമിക്കൽ റിയാക്ടർ. അപ്പോൾ ഈ പൊട്ടാസ്യം ഇലകളിലായിട്ട് മൊത്തം സ്പ്രെഡ് ആവുമ്പോൾ ഇതിലുള്ള വാട്ടർ കണ്ടന്റ് മൊത്തം സ്റ്റെമ്മിലായിട്ട് ഒറ്റയടിക്ക് വലിച്ചളയും. അപ്പോൾ ഈ വാട്ടർ കണ്ടന്റ്, ഈ പുൽവിനസ് സെല്ലിലുള്ള വാട്ടർ കണ്ടന്റ് താഴുമ്പോൾ ഒറ്റയടിക്ക് ഇലകളെല്ലാം കൊളാപ്സ് ആയി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കപ്പിലുള്ള വെള്ളം മൊത്തം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്ന ടോയ്സ് ഒക്കെ താഴോട്ട് വരും. അതേപോലെ തന്നെയാണ് ഈ പുൽവിനസ് സെല്ലിനുള്ള ഈ വാട്ടർ കണ്ടന്റ് നമ്മൾ ഈ തൊടുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിൽ റിലീസ് ചെയ്യുന്ന പൊട്ടാസ്യം വരുമ്പോൾ തന്നെ ഈ വെള്ളം മൊത്തം ഒറ്റയടിക്ക് സ്റ്റെമ്മിലിട്ട് വലിഞ്ഞു പോകും. അങ്ങനെയാണ് ഇലകളെല്ലാം കൊളാപ്സ് ആവുന്നതും ഇത് ചുരുങ്ങി പോകുന്നതും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ സയൻസ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്ര ബോസാണ് ഈ തൊട്ടാവാടിക്ക് പിന്നിലെ സയൻസ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അന്യൻ്റെ വീട്ടിലെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമല്ല മിടുക്കന്മാർ. നമ്മൾ തൊട്ടാവാടിക്ക് പിന്നിലെ സയൻസും കണ്ടുപിടിച്ച ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ജഗദീഷ് ചന്ദ്ര ബോസിനെ പോലെ ഞാൻ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഞാനും ഒരു ശാസ്ത്രജ്ഞനാണ്. ഞാനും അടുത്ത വീട്ടിലെ കുറേ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് നോബൽ പ്രൈസുകളൊന്നും കിട്ടിയില്ലേ പോലും ചീത്തപ്പേര് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന 1-2 ഔഷധ ഗുണങ്ങൾ പറയാം. ഇത് നമ്മുടെ വയറിലുണ്ടാവുന്ന പാരസൈറ്റ്സിനെ കില്ല് ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സസ്യമാണത്. അപ്പോൾ നമ്മൾ തൊട്ടാവാടി കാണുമ്പോൾ അത് ഇടയ്ക്ക് പറിച്ച് ചവച്ച് തിന്നുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ വയറിൽ വളരുന്ന പാരസൈറ്റ്സുകളൊക്കെ ചത്തുപോകും. അതേപോലെ തന്നെ നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഏജൻറ്റ് കൂടിയാണ് ഈ തൊട്ടാവാടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഈ തൊട്ടാവാടി വായിലിട്ട് ചവച്ച് അതിൻ്റെ നീര് മുറിവുകളിലൊക്കെ പറ്റിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അത് കരിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണും. അപ്പോൾ അത് അതിൻ്റെ മറ്റൊരു ഗുണമാണ്. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസുകളൊന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അധികം മുഷിപ്പിക്കുന്നില്ല. ടേക്ക് കെയർ.